എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പൂജ. ഇന്ന് മുഖം കാണിക്കലില്ല കേട്ടോ. എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൽവയാണ്. ഇത് കണ്ട സാധാരണ ഹൽവയാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവയാണ്. എനിക്കറിയാം, അത് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് വന്ന എക്സ്പ്രഷൻ ഇതായിരിക്കും എന്നുള്ളത്. പക്ഷേ സംഭവം വാങ്ങിക്കുന്ന ഹൽവയുടെ അതേ ടേസ്റ്റാണെന്ന് മാത്രമല്ല, നല്ല സോഫ്റ്റ് ആൻഡ് കിടിലമാണ്. ഈ ഒരു കഞ്ഞിവെള്ള ഹൽവ റെസിപ്പി ഞങ്ങൾക്കൊരു അമ്മാവൻ, ഞങ്ങളുടെ ഉണ്ണി അമ്മാവൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ്. ഇദ്ദേഹത്തിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. സജി തേരുള്ളി. അപ്പോൾ അദ്ദേഹത്തിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 1 ലിറ്റർ കഞ്ഞിവെള്ളം എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. ആ വീഡിയോയിൽ അദ്ദേഹം 2 ലിറ്റർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഇടാനായിട്ട് ഞാൻ ആക്ച്വലി ഒരു ബീട്രൂട്ട് 2 ലിറ്റർ വെള്ളത്തിനാണ് അദ്ദേഹം എടുത്തത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്രൂട്ട് 1 ലിറ്റർ വെള്ളത്തിനെടുത്തു. അത് തന്നെ ആദ്യത്തെ അബദ്ധം. അപ്പോൾ 1 ലിറ്ററാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പകുതി ബീട്രൂട്ട് എടുത്താൽ മതി കേട്ടോ. പകുതി ബീട്രൂട്ട് നല്ല കനം കുറച്ച് ഇതുപോലെ ഇതാ കട്ട് ചെയ്തിട്ട് നമുക്ക് കഞ്ഞിവെള്ളം, ചൂടാക്കിയ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഹാഫ് ബീട്രൂട്ട് മതി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കളറായി പോവും. ഓക്കെ, ഞാൻ എന്തായാലും അബദ്ധത്തിന് ഇത് ഫുൾ അതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബീട്രൂട്ട് കഷ്ണങ്ങൾ എടുത്ത് മാറ്റുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ കഞ്ഞിവെള്ളം ഇതുപോലെ ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് ആ ബീട്രൂട്ട് കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ കക്ഷികൾ അവിടെ തന്നെ അങ്ങ് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ പതുക്കെ ബീട്രൂട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. കളർ കണ്ടില്ലേ, നല്ല രസമുള്ള കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബീട്രൂട്ട് കുറച്ച് കൂടുതലായി പോയതുകൊണ്ട് ഞാൻ പിന്നീട് അത് എടുത്ത് മാറ്റി കേട്ടോ, കഷ്ണങ്ങൾ കുറച്ച്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കളർ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണമല്ലോ, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ കളറ് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ, ഏകദേശം ഇതുപോലെ നല്ല കളർ വന്നു കഴിയുമ്പോൾ ബീട്രൂട്ടിൻ്റെ എല്ലാ കഷ്ണങ്ങളും എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം, എനിക്കും ഉണ്ടായിരുന്നു, ഈ ബീട്രൂട്ടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വരുമോ എന്നുള്ളത്. അതൊന്നും വരില്ല. പ്രൊഡക്റ്റ് കിഡിലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം ഞങ്ങളിവിടെ കുറച്ച് പഞ്ചസാര കുറയ്ക്കുന്ന ഒരു ഇതിലാണ്. ഒരു നുള്ള് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഞാൻ 5 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാൻ 5 സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഈ സമയത്ത് തന്നെ നെയ്യ്, ഒരു 5 സ്പൂൺ തന്നെ നെയ്യ് ഞാൻ ഒഴിച്ചിരുന്നു, അതിലേക്ക് കാണിച്ചിട്ടില്ല. ഒരു ഏലക്ക പൊടിച്ചത്, പിന്നെ അത്യാവശ്യം കാഷ്യൂനട്ട്. ഈ ബീട്രൂട്ടിൻ്റെ പറഞ്ഞ പോലെ തന്നെ കാഷ്യൂനട്ടും കുറച്ച് കൂടുതലായി പോയി കേട്ടോ ഞാൻ ഇട്ടത്. കാഷ്യൂനട്ടിൻ്റെ ആക്രമണം എന്നൊക്കെ പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പോൾ അതും ഞാൻ അവസാനം കുറച്ചൊക്കെ എടുത്ത് പറക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഈ ഒരു പരുവമായി കഴിയുമ്പോൾ, കണ്ടോ, ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിലല്ല കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് സൈഡിലൊക്കെ. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് നല്ലത്. ഇവിടെ ഞാനത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്നത്. കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും കഴിക്കുന്ന സംഭവം അത്രയും ടേസ്റ്റ് ഉള്ളതായതുകൊണ്ട് നമുക്കങ്ങ് തൽക്കാലം ആ ബുദ്ധിമുട്ട് സഹിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും 1 ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പ്ലേറ്റ് ഹൽവയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു 3 ഇഡ്ഡലിയുടെ, മാക്സിമം 4 ഇഡ്ഡലിയുടെ ഒരു സൈസ്, അത്രയ്ക്കുള്ള ഹൽവയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കമിഴ്ത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ഹൽവ ഒരു പ്ലേറ്റിലേക്ക് എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ പുറത്ത് വെച്ചാൽ തന്നെ ഇത് സെറ്റ് ആയിക്കോളും. 1 മണിക്കൂറൊന്നും വേണ്ട, ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ആവും. എന്നാലും 1 മണിക്കൂർ വെച്ചിട്ട് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് കമിഴ്ത്തിയെടുക്കാൻ പറ്റും. കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. കാരണം കണ്ടോ, ആ കത്തി ഇറങ്ങി പോകുന്നത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അതേ ടേസ്റ്റും അതേ ഒരു ടെക്സ്ചറും അതേ സോഫ്റ്റ്നെസ്സും ഒക്കെയാണ് കിട്ടിയത്. ഉണ്ടാക്കിയ എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ എന്ന് പറയുന്ന അതേ അവസ്ഥയായി പോയി. കാരണം ഈ ഒരു റിസൾട്ട് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കഞ്ഞിവെള്ളം കൊണ്ട് ഹൽവ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു പുച്ഛമായിരുന്നു. പക്ഷേ സംഭവം
ഗംഭീരമായിരുന്നു. ഇവിടെ ഈവൂനും ആഷിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മ അവിടെ നാട്ടിലുണ്ടാക്കി നോക്കി, ഞങ്ങളുടെ ഫാമിലിയിലെ പലരും ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കളയണ്ട, ഇതുപോലെ ഹൽവ ഉണ്ടാക്കി നോക്കുക. പശുവിന് കൊടുക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ പശുവായിട്ടൊരു സന്ധി സംഭാഷണം നടത്തിയതിന് ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. എന്തായാലും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.